إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാമ അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുബാറക്കായ അൽ അഖീദത്തു തഹാവിയ എന്ന കിതാബിൽ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞ് പരിചയപ്പെടുത്തി അറിയിച്ചു തന്നുകൊണ്ട് തുടർന്ന് പറയുന്നു, വകുല്ലു ഷൈഇൻ യജ്രി ബിതഖ്ദീരിഹി വമശീഅതിഹി വമശീഅതുഹു തൻഫുദ് ലാ മശീഅത ലിൽഇബാദി ഇല്ലാ മാ ശാഅ ലഹും ഫമാ ശാഅ ലഹും കാൻ വമാ ലം യശഅ ലം യകുൻ വമാ ലം യശഅ ലം യകുൻ. ഇത് വിശദീകരിക്കുന്നതിന്റെ മുമ്പ് ചെറിയ ഒരു ഉണർത്തൽ. ഞാൻ മുമ്പ് എൻ്റെ ഈ ക്ലാസ്സുകൾ ഇവിടുന്ന് പറഞ്ഞതിന്റെ ശേഷം സഹോദരന്മാരെനിക്കത് അയച്ചു തന്ന് ഞാൻ ഒന്നുകൂടി അത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിന്റെ ശേഷമായിരുന്നു ഇത് മുമ്പ് അയച്ചിരുന്നത്. ഇപ്പോ തൽസമയം തന്നെ സഹോദരന്മാരിത് ആളുകൾ കേൾപ്പിക്കുകയാണ്. മനുഷ്യ സഹജമായി കുല്ലു ബനി ആദമ ഖത്ത, മനുഷ്യർ മുഴുവനും പാപികളും തെറ്റുകാരുമാണ്. വീഴ്ചകളും മറവികളും പിടികൂടാൻ സാധ്യത കൂടുതലുള്ളവരാണ്. ചില സമയത്ത് നമ്മൾ പറയാൻ കരുതിയതല്ല നമ്മുടെ നാവിൽ നിന്ന് ചാടുക. അറബിയിൽ അതിന് സബഖുൽ ലിസാൻ എന്ന് പറയും. നാം ഉദ്ദേശത്തിന് മുൻകടന്നുകൊണ്ട് നാവ് എന്തെങ്കിലും പുറത്തേക്ക് ചാടിക്കും. നമ്മളിവിടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് നല്ല കാര്യത്തിലുള്ള പരസ്പര സഹകരണം, സഹായം എന്നുള്ള നിലക്കാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നല്ല കാര്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണമെന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശവും കൽപ്പനയുമുണ്ട് നമ്മോട്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപകരമായ കാര്യങ്ങളിൽ, ശത്രുതാപരമായ കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ സഹകരിക്കരുത്, സഹായിക്കരുത്. അപ്പൊ ഈ ഒരു സഹകരണത്തിൽ നമ്മുടെ നാട്ടിലെ ദീനിന്റെ അവസ്ഥകൾ, ആളുകൾ ആദർശത്തിന്റെ കാര്യത്തിലുള്ള പരിതാപകരമായ അവസ്ഥകളൊക്കെ കാണുമ്പോൾ കഴിയുന്ന സഹകരണങ്ങൾ സഹോദരന്മാരുമായി നമ്മൾ അത് സഹകരിക്കേണ്ടതാണ്, കൂടേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സദസ്സുകളിൽ പങ്കെടുക്കുന്നത്. അപ്പോ ചിലപ്പോൾ ചില സമയത്ത് ഞാൻ ഉദ്ദേശിക്കാത്തതൊക്കെ ചിലപ്പോൾ എൻ്റെ നാവിൽ നിന്ന് ചാടാൻ സാധ്യതയുണ്ട്. തത്സമയാകുമ്പോൾ നിങ്ങൾ സഹോദരന്മാര് ഇവിടെ പങ്കെടുത്തവരോ ഇനി ഇത് കേൾക്കുന്നവരോ തത്സമയം കേൾക്കുന്നവരോ പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കുന്നവരോ തെറ്റുകളോ വീഴ്ചകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് എന്നെ ഉണർത്തണം. തിരുത്തേണ്ടത് ഞാൻ തിരുത്താൻ തയ്യാറാണ്. ചിലപ്പോ ഖംസ എന്ന് പറയുന്നത് ഖംസത്തു അഖ്വാൽ എന്ന് പറയും. ചിലപ്പോൾ ഞാൻ അർത്ഥം പറയുമ്പോൾ 4 എന്നാണ് പറയും, ചിലപ്പോൾ 5 എന്ന് പറയേണ്ടി കൊടുത്തു. നാവിൽ നിന്ന് ചാടും. ചിലപ്പോൾ വീഴ്ചകൾ പറ്റും. ആ വീഴ്ചകൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധയായിട്ടോ നിസ്സഹായത കൊണ്ടോ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വാക്കുകൾ തിരുത്തപ്പെടേണ്ട വീഴ്ചകൾ എന്തെങ്കിലും ആണെങ്കിൽ, മനുഷ്യ സഹജമായ അശ്രദ്ധയല്ല, തിരുത്തപ്പെടേണ്ടത് എന്തെങ്കിലും ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണർത്തണം. നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാവുന്നതാണ്. അതിൽ തലക്കനമോ പിടിവാശിയോ കാണിക്കുകയില്ല. അള്ളാഹുവിനോട് ഞാൻ സഹായത്തെ തേടുകയും ചെയ്യുന്നു. ഷെയ്ഖ് റഹിമഹുല്ല, മഹാനായ പണ്ഡിതൻ,
അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഗ്രന്ഥരൂപേണയൊന്നുമല്ല ഇതിൽ അവതരിപ്പിക്കുന്നത്. ഓർഡറോടെ വഴിക്കുവഴിയായി ഓരോ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് പിന്നീട് ഉദാഹരണം പറയും, ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസം, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരണം കഴിഞ്ഞ് പിന്നെ മലക്കുകളിലുള്ള, പിന്നെ ഗ്രന്ഥങ്ങളിലുള്ള പ്രവാചകൻ, അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിന്റെ അവതരണതയിൽ. മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നമ്മുടെ ആദർശവും വിശ്വാസവുമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യങ്ങൾ, മഹാനായ വളരെ മുൻ കടന്നുപോയ ഏറ്റവും ആദ്യകാലത്തുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട പണ്ഡിതനാണ് അബൂ ജഅഫർ തഹാവി. അദ്ദേഹത്തിന് ആ സമയത്ത് ഓർമ്മ വന്നപ്പോൾ തന്റെ സദസ്സിലുള്ള ആളുകൾ, തന്റെ സന്നിധിയിലുള്ള ശിഷ്യന്മാര്, മുസ്ലിമീങ്ങൾ അവരോട് ഓർമ്മ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതാണ്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഗ്രന്ഥരൂപേണ ഇത് ക്രോഡീകരിച്ചതാണ്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണമൊക്കെ ഇനിയും തുടർന്ന് വരികയും ചെയ്യും. പക്ഷെ പൊതുവിൽ അള്ളാഹുവിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഈ സമയത്ത് വന്ന സമയത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ വിശദീകരണം, പലതിന്റെയും വിശദീകരണങ്ങൾ തുടർന്ന് വരും. അദ്ദേഹം പറയാണ്, വകുല്ലു ഷൈഇൻ യജ്രി ബിതഖ്ദീരി. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന ഈ വരികളിൽ ഖദറിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ വിധി, അള്ളാഹു അവന്റെ സൃഷ്ടികളിലുള്ള അവന്റെ തീരുമാനങ്ങൾ, കണക്ക് കൂട്ടലുകളെ കുറിച്ചുള്ള അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയും ഖദറിനെ കുറിച്ച് വിശദമായിട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. വകുല്ലു ഷൈഇൻ യജ്രി ബിതഖ്ദീരിഹി. അള്ളാഹുവിന്റെ സൃഷ്ടികളുള്ള സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ വിധി അനുസരിച്ചാണ് നടക്കുന്നത്. വിധിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, ഖദരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവര്. വിധിയെ നിഷേധിക്കുന്നവരുണ്ട്, അള്ളാഹു മുൻകൂട്ടി ഒന്നും കണക്കാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതിന്റെ നേരെ വിപരീതമായിട്ട് എല്ലാം അള്ളാഹു കണക്കാക്കി സൃഷ്ടികൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ യാതൊരു കഴിവും പ്രാപ്തിയില്ല എന്ന് പറയുന്ന ഇതിന്റെ നേരെ വിപരീതമായ മറ്റു വിഭാഗങ്ങളുണ്ട്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ മറുപടിയായിക്കൊണ്ടാണ്, അവരുടെ ആ വാദങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് മഹാനായ പണ്ഡിതൻ പറയുന്നത്, വകുല്ലു ഷൈഇൻ യജ്രി ബിതഖ്ദീരിഹി. സകല കാര്യങ്ങളും, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നടക്കുന്ന സകല കാര്യങ്ങൾ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നത് മുഴുവനും അള്ളാഹുവിന്റെ മുൻ വിധി, അവന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. ഖദറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദത്തുൽ വാസിത്തിയയിൽ ഖദറിന്റെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്ന ആ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. അത് മുഴുവനും ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന പ്രത്യേകമായൊരു സ്ഥലത്ത് എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതിനനുസരിച്ചാണ് പിന്നീട് ഓരോ സമയത്തും ആവശ്യാനുസരണം അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം ആ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു. ഈ പറയുന്ന അൽ ഇൽമു വൽ കിതാബത്തു വൽ ഇറാദത്തു വൽ ഖൽഖ്, ഈ പറയുന്ന 4 റുക്നുകൾ ഖദറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതാണ്. ആ പറഞ്ഞ ഖദറിനെ കുറിച്ചാണ് സകല കാര്യങ്ങളും അള്ളാഹുവിന്റെയും മുൻ വിധി, തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. വമശീഅത്തിഹി, അള്ളാഹുവിന്റെ ഇച്ഛ, അള്ളാഹുവിന്റെ ഉദ്ദേശം, അത് പ്രകാരമാണ് നടക്കുന്നത്. ബൽ ഹുവ ആലിമുൻ ബിൽ അഷ്യാഇ ഖബ്ല അൻ തൂജദ്. ഏത് കാര്യങ്ങളും അതുണ്ടാവുന്നതിന്റെ മുമ്പ്, പ്രത്യക്ഷത്തിൽ അത് വരുന്നതിന്റെ മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള വിശദമായൊരറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ, അദ്ദേഹത്തിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് മലക്കോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നിശ്ചയം ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫനെയാക്കുന്നു, അള്ളാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും നടപ്പാക്കാൻ വേണ്ടി ഒരു പുതിയ സൃഷ്ടിയെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ മലക്കുകൾ അള്ളാഹുവിനോട് വിമർശനം എന്നുള്ള നിലക്കല്ല, അവർ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നെടുത്ത് അള്ളാഹുവിനോട് ചോദിച്ചു, ഭൂമിയിൽ കുഴപ്പങ്ങളും ഫിത്നകളും ഫസാദുണ്ടാക്കുന്ന ഒരു വിഭാഗത്തിനും എന്തിനാണ് അള്ളാഹുവെ സൃഷ്ടിക്കുന്നു? നിനക്ക് തസ്ബീഹും തഖ്ദീസും
നിർവഹിക്കാൻ, നിന്റെ ഇബാദത്തും നിന്റെ കൽപ്പനകളും നിറവേറ്റാൻ ഞങ്ങൾ സൃഷ്ടികൾ സന്നദ്ധരാണ്, തയ്യാറാണ്. അള്ളാഹുവിന് ഒരു എതിരും ചെയ്യാത്തവരാണ് മലക്കുകൾ. അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അക്ഷരം പ്രതി നിർവഹിക്കുന്നവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് നിശ്ചയം നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയും. ഇവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായ നമ്മുടെ മാതാവായ ഹവ്വായിനെ പിന്നീട് സൃഷ്ടിച്ച് അവർ ഈ ഭൂമിയിൽ വരുന്നു. സ്വർഗത്തിലാണ് സൃഷ്ടിക്കുന്നത്. സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ പറയുന്ന ഭാര്യയും ഭർത്താവും ഈ ഇണകൾ അവിടെ ഗർഭം ധരിക്കലോ പ്രസവിക്കലോ ഒന്നുമില്ല. ഈ പറയുന്ന സന്താനങ്ങൾ മുഴുവനും അമ്പിയാക്കന്മാർ അതിലുണ്ട്, ഔലിയാക്കൾ അതിലുണ്ട്, ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഉലമാക്കളും. ഇവരൊക്കെയുള്ള ഈ സന്താനങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന സന്താനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് വളരെ വ്യക്തമായി അറിയും. അതുകൊണ്ട് തന്നെ അവര് ജീവിക്കേണ്ടത് സ്വർഗത്തിലല്ല എന്നും അള്ളാഹുവിനറിയും. അങ്ങനെ ഈ ലോകത്തേക്ക് അവർ വരികയാണ്. അങ്ങനെ ഈ ഭൂമിയിലേക്ക് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇറക്കപ്പെട്ട് കുട്ടികളും കുടുംബങ്ങളും സന്താനങ്ങളുമായി വർദ്ധിച്ച അനുയായികളുമായി പിന്നീട് സ്വർഗത്തിലേക്ക് അദ്ദേഹം മടങ്ങിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മുഴുവനും അറിഞ്ഞ് കണക്ക് കൂട്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. നമുക്കറിയാം, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം അടക്കമുള്ള പണ്ഡിതന്മാർ, ഹദീസിന്റെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരു കുഞ്ഞിന് 4 മാസം ഗർഭശിശു, അത് 4 മാസമാകുന്ന സമയത്ത് മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുകയും 4 കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ആ മലക്കിനോട് കൽപ്പിക്കുകയും ചെയ്യുന്ന, അതിൽ അവന്റെ അജല് എത്ര വയസ്സുവരെ ഭൂമിയിൽ ജീവിക്കും, എന്തൊക്കെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തും, എന്തൊക്കെ പ്രവർത്തിക്കും, നല്ലതോ ചീത്തയോ. വശഖിയ്യുൻ അം സഈദ്, ഇവൻ ദുനിയാവിൽ വന്നിട്ടില്ല, ഈ വ്യക്തി വന്നിട്ടില്ല, പ്രസവിച്ച് ഭൂമിയിൽ എത്തിയിട്ടില്ല. അതിന്റെ മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞ് കണക്കാക്കി കാര്യങ്ങൾ മുഴുവൻ എഴുതി രേഖപ്പെടുത്തി വെക്കുകയാണ്. അതിന് മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുകയാണ്, നിശ്ചയിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഉണ്ടാവുന്നതിന്റെ മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. എന്നല്ലാതെ ലാ അന്നഹു ലാ യഅലമുഹാ ബഅദ അൻ വുജിദത്, ഈ പറയുന്ന സൃഷ്ടികൾ വന്നതിന്റെ ശേഷമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് അറിയുന്നത്. വലം യഖ്ഫ അലൈഹി ശൈഉൻ ഖബ്ല അൻ യഖ്ലുഖഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന് മറഞ്ഞ ഒരു കാര്യമില്ല. സകല കാര്യങ്ങളും അള്ളാഹുവിന് വ്യക്തമായി അറിയുന്നതാണ്. വഅലിമ മാ ഹും ആമിലൂൻ ഖബ്ല അൻ യഖ്ലുഖഹും, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവർ എന്തൊക്കെ ചെയ്യുക, പ്രവർത്തിക്കുക എന്നുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അറിഞ്ഞതാണ്. ഈ ഹദീസിലൊക്കെ ഉള്ളതുപോലെ ഈ വ്യക്തി ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ അവൻ എന്തൊക്കെ പ്രവർത്തിക്കും, അവൻ വിജയിയായിട്ടാണോ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്, അതല്ല പരാജയപ്പെട്ട ആളായിട്ടാണോ പിരിഞ്ഞു പോകുന്നത്, ഇത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അറിഞ്ഞതാണ്. അലിമ മാ യഅമലുൽ ഇബാദു ഖബ്ല ഖൽഖിഹിം, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവർ എന്ത് പ്രവർത്തിക്കും എന്നുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു. അന്ന ഹാദാ മിൻ അഹ്ലി ത്വാഅത്തി വ ഹാദാ മിൻ അഹ്ലിൽ മഅസിയ, ഈ വ്യക്തി അള്ളാഹുവിനെ അനുസരിക്കുന്ന, ത്വാഅത്ത് ചെയ്യുന്ന, അവൻ പറഞ്ഞതനുസരിക്കുന്ന ആളാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി അറിഞ്ഞതാണ്. ഈ പറയുന്ന വ്യക്തി പാപ്പിയാണ്, അള്ളാഹുവിന് എതിര് ചെയ്യുന്ന ആളാണ്, പരാജയപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അവനെക്കുറിച്ച് അറിഞ്ഞതാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ ശേഷം വഅമറഹും ബിത്വാഅത്തിഹി വനഹാഹും അൻ മഅസിയതി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചു, അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നൽകി, അവർ എന്തൊക്കെ ആളുകൾ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമായി അറിയുകയും ചെയ്തതിനോട് കൂടെ തന്നെ വഅമറഹും ബിത്വാഅത്തിഹി, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു സൃഷ്ടികളോട്. വനഹാഹും അൻ മഅസിയതിഹി, അള്ളാഹുവിനെ എതിര് ചെയ്യുന്നതിൽ നിന്ന് അവരെ വിരോധിക്കുകയും ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അള്ളാഹുവിനും അവന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ വഴിപ്പെടണം, അള്ളാഹുവിനും അവന്റെ റസൂലിനും എതിര് ചെയ്യരുത്. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്ന് ഇൻസ് വർഗത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടേയില്ല. ഏറ്റവും വലിയ ത്വാഅത്ത് തൗഹീദുല്ലാഹ്,
അള്ളാഹുവിന് അടിമകളായ ആളുകൾ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ത്വാഅത്ത് അത് തൗഹീദുല്ലാഹിയാണ്. ആ തൗഹീദ് ആളുകൾ നിർവഹിക്കുമ്പോഴേ അതിന്റെ ശേഷമുള്ള മറ്റുള്ള എത്ര വലിയത് എന്ന ആളുകൾ പറയുന്നതും നമ്മൾ മനസ്സിലാക്കിയതുമായ ഇബാദത്തുകൾ സ്വഹീഹാവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ, സ്വീകരിക്കപ്പെടുകയുള്ളൂ, അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഖലഖഹും അവ്വലൻ, അള്ളാഹു ആദ്യം സൃഷ്ടികളെ എല്ലാവരും സൃഷ്ടിച്ചു. സുമ്മ അമറഹും ബിഇബാദത്തിഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി കൽപ്പിച്ചു. വഹുവ സുബ്ഹാനഹു അമറഹും ബിത്വാഅത്തി, അള്ളാഹുവിനെ അനുസരിക്കണം എന്നാണ് കൽപ്പന. മാ അന്നഹു യഅലമു മാ ഹും ആമിലൂന മിൻ ഖബൽ, ഇവരെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ വ്യക്തി എന്തു ചെയ്യുമെന്ന് അള്ളാഹു അറിഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് വളരെ വ്യക്തമായി അറിഞ്ഞതാണ്. ആ അറിഞ്ഞതിനനുസരിച്ച് അള്ളാഹു അത് ഈ പറയുന്ന സൃഷ്ടി, ഈ വ്യക്തി ഓരോരുത്തരും ഈ ലോകത്ത് വരുന്നതിന്റെ മുമ്പ് അവരിൽ എഴുതി വെക്കാൻ വേണ്ടി മലക്കുകളെ ഏൽപ്പിച്ചതാണ്. അതിന്റെയും മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ ഇത് മുഴുവനും എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതുമാണ്. അവരെന്ത് ചെയ്യുന്നുള്ളത്? പക്ഷേ പ്രതിഫലം നൽകുന്നത് അള്ളാഹു അറിഞ്ഞതിനനുസരിച്ചല്ല. അള്ളാഹു അറിഞ്ഞു എന്ന് കരുതി ആ അറിഞ്ഞതിനനുസരിച്ച് ആർക്കും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രതിഫലം നൽകുന്നില്ല. ഈ ലോകത്ത് വന്ന് പ്രത്യക്ഷത്തിൽ വന്ന് അവരോട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, കൽപ്പനകൾ അത് ശരിയായ നിലക്ക് അത് നിർവഹിച്ചു എന്നുണ്ടെങ്കിൽ അതിന് നല്ല പ്രതിഫലം. അതിന് എതിര് ചെയ്തു എന്നുണ്ടെങ്കിൽ അവർക്ക് ചീത്ത പ്രതിഫലമാണ്. അള്ളാഹു അറിഞ്ഞു എന്നനുസരിച്ച് കരുതി ആർക്കെങ്കിലും നല്ല പ്രതിഫലം, അതല്ലെങ്കിൽ അള്ളാഹു ഈ വ്യക്തിയെക്കുറിച്ച് അവൻ പരാജയപ്പെട്ടവനാണ് എന്ന് മുൻകൂട്ടി അറിഞ്ഞതിനനുസരിച്ച് ആ വ്യക്തിയെ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. വലാകിന്നൽ ജസാഅ ലാ യതറത്തബു അലൽ ഇൽം, അള്ളാഹു അറിഞ്ഞതിനനുസരിച്ചല്ല പ്രതിഫലം നൽകുന്നത്, അറിഞ്ഞതിനനുസരിച്ചല്ല. വഇന്നമൽ ജസാഉ യതറത്തബു അലൽ അമൽ, ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച്. അള്ളാഹു സൃഷ്ടിച്ചു, അള്ളാഹു വിഭവങ്ങൾ നൽകി, കാര്യങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച ആ പ്രവർത്തനങ്ങൾ അതനുസരിച്ചതിനനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോയതിനനുസരിച്ചാണ് നല്ല പ്രതിഫലങ്ങൾ. എന്നല്ലാതെ അള്ളാഹു അറിഞ്ഞു എന്ന് കരുതി ആർക്കും പ്രതിഫലം കൊടുക്കുന്നില്ല, അതിനനുസരിച്ചല്ല. വല്ലാഹു ലാ യുഅസ്സിബുൽ അബ്ദ ബിഹസ്ബിൽ ഇൽം, അള്ളാഹു അറിഞ്ഞു ഈ വ്യക്തി അവൻ പരാജയപ്പെട്ടവനാണ്, അവൻ തെറ്റ് ചെയ്യുന്നവനാണ്, അവൻ പാപിയായിരിക്കും ഈ ലോകത്ത് എന്ന് കരുതി അതിനനുസരിച്ചല്ല ശിക്ഷ നൽകുന്നത്. ഈ വ്യക്തി ഭൂമിയിൽ വന്ന് അള്ളാഹുവിന് എതിര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടവനായി ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിനനുസരിച്ചാണ് അവന്റെ അടുത്താണ് ചീത്ത പ്രതിഫലം കിട്ടാനുള്ള കാരണം. അവന്റെ അടുത്ത് അവന് കൊടുത്ത ആ സ്വാതന്ത്ര്യം, അവന് തെരഞ്ഞെടുക്കാനുള്ള അവസരം അത് ദുരുപയോഗം ചെയ്തു. ആ സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗം ചെയ്തു. അവൻ അത് ആ പറയുന്ന അവസരം ഉപയോഗപ്പെടുത്താതെ പരാജയത്തിന്റെ കാരണങ്ങൾ അവൻ ഉണ്ടാക്കിയത് കൊണ്ടാണ് ചീത്ത പ്രതിഫലം അവന് ലഭിക്കുന്നത്. ഇല്ലാ ഇദാ വഖഅ മിൻഹു ദംബ്, അവന്റെ ഭാഗത്തിൽ തെറ്റ് പിടിപെട്ടു. അതുകൊണ്ടാണ് വലാ യുക്റമുൽ മുഹ്സിനു ഹത്താ യഖഅ മിൻഹുൽ ഫിഅൽ, അതേപോലെ തന്നെ നല്ല പ്രതിഫലം ലഭിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അവൻ സ്വർഗത്തിന്റെ ആളാണ് എന്നുള്ളത്, അവൻ നല്ലവനാണ്, വിജയിയാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് കരുതി അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നല്ല പ്രതിഫലം നൽകുന്നില്ല. ഈ ലോകത്ത് വന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കഠിനാധ്വാനം ചെയ്ത് അവന് കിട്ടിയ ആ സ്വാതന്ത്ര്യം, അള്ളാഹു കൊടുത്ത അവസരം അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ ബഹുമാനാദരവും സൽക്കർമ്മങ്ങൾ നല്ല പ്രതിഫലം അവന് ലഭിക്കുന്നത്. ഫൽ ജസാഉ മുറത്തബുൻ അലൽ അമൽ, അതുകൊണ്ട് തന്നെ പ്രതിഫലം ഏതാണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രതിഫലം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ്. ലാ അലൽ ഇൽമി വലാ അലൽ ഖദർ, അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞു, അള്ളാഹു മുൻകൂട്ടി വിധിച്ചു, തീരുമാനിച്ചു എന്നനുസരിച്ചല്ല. അപ്പൊ നമ്മൾ അള്ളാഹു എന്ത് തീരുമാനിച്ചു എന്നുള്ളതിലേക്കല്ല നോക്കേണ്ടത്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മുടെ ചിന്ത പോവുകയും ചെയ്യരുത്. നമ്മോട് കൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് നാം ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്, എന്നതാണ് നാം നോക്കേണ്ടത്. ഫഫർഖുൻ ബൈനൽ ഇൽമി വബൈനൽ ജസാ, അള്ളാഹു അറിഞ്ഞു, അള്ളാഹു തീരുമാനിച്ചു, വിധിച്ചു, എഴുതി വെച്ചു, അതും പ്രതിഫലം ലഭിക്കുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. പ്രതിഫലം ലഭിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച്,
അള്ളാഹു തീരുമാനിച്ചു, കണക്കാക്കി. അത് എന്താണ് എന്ന് നമുക്കറിയുകയില്ല. അത് നോക്കാനോ അതിൽ ഉത്കണ്ഠപ്പെടാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു, ചീത്ത കാര്യങ്ങൾ വിരോധിച്ചു. ഫമൻ അതാഅൽ അവാമിർ വ തറക്കൻ നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്താൽ അള്ളാഹു അതിനുള്ള അറിവും പക്വതയും അതിനുള്ള കഴിവും അത് തെരഞ്ഞെടുക്കാനുള്ള അവസരവും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ ഹസല അല സവാബ്, വമ്പിച്ച പ്രതിഫലം ലഭിക്കും. നേരെ മറിച്ച് വമൻ ഖാലഫൽ അവാമിർ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് ചെയ്തു, അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒരാൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഹസല അലൽ ഇഖാബി ബി അഫ്ആലിഹി, അവൻ ചെയ്ത പ്രവർത്തനമനുസരിച്ച്, ഈ വ്യക്തി ചെയ്ത പ്രവർത്തനത്തിന് പകരമായി കൊണ്ട് അവന് ശിക്ഷ ലഭിക്കും എന്നല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതിനനുസരിച്ചോ അറിഞ്ഞതിനനുസരിച്ചോ അവന്റെ പ്രവർത്തനങ്ങൾക്കോ അനുസരിച്ചോ അല്ല. ഒരു അടിമ അവനാണ് തആത്ത് ചെയ്യുന്ന ആൾ, നിസ്കരിക്കുന്നവൻ, നോമ്പനുഷ്ഠിക്കുന്നവൻ, സക്കാത്ത് നൽകുന്നവൻ, ഹജ്ജ് നിർവഹിക്കുന്നവൻ, അത് ഈ വ്യക്തികളാണ്. അവന്റെ ഈ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് പ്രതിഫലം. അള്ളാഹു അവനെക്കുറിച്ച് തീരുമാനിച്ചതനുസരിച്ച് അറിഞ്ഞതനുസരിച്ചല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ത്വാഅത്ത്, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അതിനുത്സാഹിച്ചുകൊണ്ടേയിരിക്കുക, അതിന് തയ്യാറാവുക. അള്ളാഹു തീരുമാനിച്ചത്, അള്ളാഹു കണക്കാക്കിയത് അത് എന്താ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടയോ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമല്ല. എന്നാൽ വകുല്ലു ശൈഇൻ യജ്രി ബി തഖ്ദീരിഹി വ മശിയതി, ഈ ലോകത്ത് നടക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നടക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധിയും അവന്റെ ഉദ്ദേശവും ഇച്ഛയും അനുസരിച്ചാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ ഉദ്ദേശവും അവന്റെ വിധിയും തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. വ മശിഅതുഹു തൻഫുദ്, അള്ളാഹു ഉദ്ദേശിച്ച, അവൻ ഇച്ഛിച്ച കാര്യങ്ങളെ ഇവിടെ നടപ്പിലാകൂ. ലാ മശീഅത ലിൽ ഇബാദി ഇല്ലാ മാ ശാഅ ലഹു, സൃഷ്ടികളായ നമുക്ക് അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും തന്നെ ഒരു തീരുമാനവും അതിന്റെ അപ്പുറം അതിനെ മറികടന്നുകൊണ്ട് തീരുമാനിക്കാൻ നമുക്ക് സാധ്യമല്ല. സൃഷ്ടികളായ നമുക്ക് അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാനോ നടപ്പാക്കാനോ നമുക്ക് സാധ്യമല്ല. ഫമാ ശാഅ ലഹും കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചത് അതേ ഉണ്ടാകൂ. വമാ ലം യശഅ ലം യകുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്തത് അതുണ്ടാവുകയില്ല തന്നെ, അത് നടപ്പാവുകയില്ല തന്നെ. ലാ ശക്ക അന്ന കുല്ല ശൈഇൻ ബിതഖ്ദീരിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിലുള്ള സകല കാര്യങ്ങളും അല്ലാഹുവിന്റെ വിധിയും തീരുമാനപ്രകാരമാണ്. അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഖദറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു മുൻകൂട്ടി അത് അറിഞ്ഞിരിക്കുന്നു, അത് എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിച്ചതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നു, അവൻ അതിനെ സൃഷ്ടിക്കുന്നു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള കഴിവും അറിവും സൗകര്യവും സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു. അതനുസരിച്ച് നമുക്കത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം. അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകാം എന്നല്ലാതെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും സൽക്കർമ്മമാണെങ്കിലും പാപങ്ങളാണെങ്കിലും സത്യനിഷേധമാണെങ്കിലും ഈമാനാണെങ്കിലും ആരോഗ്യവും രോഗം ഏത് കാര്യങ്ങളും ഇത് മുഴുവനും അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് സൃഷ്ടികളായ ആർക്കും തന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടപ്പാവുകയുള്ളൂ. സൃഷ്ടികളെ സംബന്ധിച്ച് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ നമുക്ക് സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഒരു കാര്യവും തീരുമാനിക്കാനോ ഉദ്ദേശിക്കാനോ സാധ്യമല്ല. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിഞ്ഞവനാണ്. അതൊക്കെ വളരെ യുക്തിയോടുകൂടെ വ്യക്തമായ ഹിക്മത്തോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ചെയ്യുന്നവനുമാകുന്നു. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊരു കാര്യവും ഉദ്ദേശിക്കാനും ഒരു തീരുമാനമെടുക്കാനും സാധ്യമല്ല. റബ്ബുൽ ആലമീൻ, സർവ സൃഷ്ടികളുടെയും രക്ഷിതാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ സൃഷ്ടാവും അതിന്റെ ഉടമയും അതിനെ നിയന്ത്രിക്കുന്നവനും അതിന് വേണ്ടുന്ന വിഭവങ്ങൾ മുഴുവനും നൽകുന്നവനുമാകുന്നു.
വലൗ ശാ അല്ലാഹു വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ളവർ മുഴുവനും മുഅ്മിനീങ്ങളാകുമായിരുന്നു. പക്ഷെ ഒരു വിഭാഗം ആളുകൾ കുഫാറുകളാണ്, പാപികളാണ്. ഇത് അല്ലാഹുവിന്റെ ഹിക്മത്ത്, അതിന്റെ വ്യക്തമായ താല്പര്യവും ലക്ഷ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞതുകൊണ്ട് അവൻ അത് ചെയ്തു. വഹബ് ഇബ്നു മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, നളർതു ഫിൽ ഖദരി ഫതഹയ്യർ. അല്ലാഹുവിന്റെ ഈ ഖദറിൽ ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ആകെ പരിഭ്രമിച്ചു പോയി. കാരണം ഒക്കെ അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ തീരുമാനത്തിനെ മറികടക്കാൻ സൃഷ്ടികളായ നമുക്ക് യാതൊരു സാധ്യതയുമില്ല, കഴിവുമില്ല. അതോടുകൂടെ സൃഷ്ടികളായ നമ്മൾ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? പലർക്കും പലപ്പോഴും വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. ഖദറിന്റെ കാര്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് ഫതഹയ്യർതു, ഞാനാകെ പരിഭ്രമിച്ചു പോയി. സുമ്മ നളർതു ഫീഹി ഫതഹയ്യർതു, വീണ്ടും ഞാൻ അതിൽ ആലോചിച്ച് ചിന്തിച്ചിട്ട് ഒരു പിടുത്തം കിട്ടല്ല. എനിക്ക് വല്ലാത്തൊരു പരിഭ്രമവും വെപ്രാളവും പേടിയും അനുഭവപ്പെട്ടു. അങ്ങനെ വവജത്തു അഅലമൻ നാസി ബിൽ ഖദരി അകഫഹും അൻ. ഖദറിന്റെ കാര്യം വരുമ്പോ ആ കാര്യത്തിൽ മൗനം പാലിച്ച്, അതിൽ ഉത്കണ്ഠപ്പെടാൻ പോകാതെ, അതിന്റെ പിന്നിൽ കൂടാതെ, അതിൽ വെപ്രാളപ്പെടാൻ പോകാതെ, അള്ളാഹു തീരുമാനിച്ചതിൽ ആഴത്തിൽ ചിന്തിക്കാൻ പോകാതെ, അതിൽ അവിടെ നിർത്തി മുന്നോട്ട് പോകുക. അതാണ് ഏറ്റവും വിവരമുള്ള ആളുകൾ ചെയ്യേണ്ടത്. ഖദറിന്റെ കാര്യത്തിൽ ഏറ്റവും വിവരമുള്ള ആളുകളുടെ നിലപാട് അകഫഹും അൻ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോരുതേ. അള്ളാഹു തീരുമാനിച്ചു, അള്ളാഹുത്തിൽ എന്തൊക്കെയാ തീരുമാനിച്ചു, എന്താണ് ഇപ്പൊ വരാൻ പോകുക, ഞാനിപ്പോ എന്താ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിടും. അതിലേക്ക് പോകുന്നെ ചെയ്യരുതേ, അതിലേക്ക് പോകുന്നെ ചെയ്യരുതേ. ഖദറിന്റെ കാര്യത്തിൽ കൂടുതൽ ചർച്ചയും അതിൽ കൂടുതൽ വിശദീകരണവും അതിൽ പല ജാതി ഉത്കണ്ഠയിലേക്കും പോകുന്ന ആളുകൾ ആ കാര്യത്തിൽ വിഡ്ഢികളാണ് എന്ന് എനിക്ക് മനസ്സിലായി. മഹാനായി താബിഈ അദ്ദേഹം പറഞ്ഞ ഈ ഉപദേശം അത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. അള്ളാഹു എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനത്തിനെ മറികടക്കാനോ മുൻകടക്കാനോ അള്ളാഹുവിന്റെ തീരുമാനത്തിന് എതിര് ചെയ്യാനോ സൃഷ്ടികളായ നമുക്കാർക്കും സാധ്യമല്ല തന്നെ. ആ കാര്യത്തിൽ നമ്മോട് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും കൂടുതൽ ആഴത്തിൽ പഠിക്കാനും നമ്മോട് പറഞ്ഞിട്ടില്ല. എന്ത് തീരുമാനിച്ചു എന്നുള്ളത് അള്ളാഹു വളരെ വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ താല്പര്യവും ലക്ഷ്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മോട് അങ്ങോട്ട് ഉത്കണ്ഠപ്പെടാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മോട് കൽപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നമ്മോട് വിരോധിച്ചു. അത് എന്താണെന്ന് കേട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള ശ്രമവും ഉത്സാഹവും കഠിനാധ്വാനവും ത്യാഗവും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. അവരിൽ പ്രതീക്ഷ അർപ്പിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. നമുക്കറിയാം 100 ആളുകളെ, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ 100 ആളുകളെ, പ്രത്യേകിച്ച് ആരാധനാ സ്ഥലങ്ങളിൽ ഭൗതികമായ താല്പര്യങ്ങളും സുഖ സാഹചര്യങ്ങളും മുഴുവനും ഒഴിവാക്കി ഇബാദത്തിൽ മാത്രം കഴിച്ചുകൂട്ടുന്ന ആളുകളെ പോലും ഒരു കാരണമില്ലാതെ കൊന്നൊരു മനുഷ്യന്റെ ചരിത്രം ഹദീസിലുണ്ട്. 100 ആളുകളെ, 100 മനുഷ്യന്മാരെ അകാരണമായിട്ട് വധിച്ച വ്യക്തി അള്ളാഹു ആ മനുഷ്യന് ഹിദായത്ത് കൊടുത്ത് വിജയിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധക്കളത്തിൽ വെച്ച് മുറിവപ്പെടുത്താനും ആക്രമിക്കാനും കൊല്ലാനും നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ മുശ്രിക്കീങ്ങളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും വധിക്കാൻ വേണ്ടി വന്ന ശത്രു സൈന്യത്തിന്റെ നേതാവ്. ആ മനുഷ്യൻ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ സഹാബിയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. ബഹുമാന ആദരണീയനായ സഹാബിയായി വഫാത്താകാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് മനുഷ്യന് ഹിദായത്ത് തരിക, എപ്പോഴാണ് നേരായ മാർഗത്തിലേക്ക് വരിക? ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രം കേട്ടാൽ 40ഓളം വർഷക്കാലം ഒരു കൊള്ളക്കാരനായിരുന്നു അദ്ദേഹം. ഫുളൈൽ ഇബ്നു ഇയാദ് 40ഓളം വർഷക്കാലം അദ്ദേഹം യാത്രക്കാരായ ആളുകളെ ആക്രമിക്കുന്ന കൊള്ളസംഘത്തിന്റെ തലവനായിരുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് അദ്ദേഹം ഒരു സമയത്ത് ആ പറയുന്ന പാപങ്ങളിൽ തൗബ ചെയ്തുകൊണ്ട് ശരിയായ മാർഗത്തിൽ നിന്ന് മഹാനായ ഒരു പണ്ഡിതൻ, വലിയൊരു വലിയ സ്വാലിഹായ ഒരു മനുഷ്യനായി ജീവിച്ചു വഫാത്താവുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ കണക്കാക്കി? അതല്ലെങ്കിൽ തെറ്റുകൾ വന്നു എന്ന് കരുതി, പാപങ്ങളിലാണ് എന്ന് കരുതി നമുക്കൊരു നിലപാടിലെത്താൻ, ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ, നമ്മോടത് ചിന്തിക്കാനും ഉത്കണ്ഠപ്പെടാനും പോകാനും പറയാത്ത കാര്യങ്ങളിലേക്ക് പോകാതെ മഹാനായ ഈ താബിഈ പ്രമുഖൻ പറഞ്ഞ ഈ നിലപാട് സ്വീകരിക്കുക. ഖദറിന്റെ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കാനും ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ വാചാലനാകാൻ പോകാതെ അതിൽ മൗനം പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ തയ്യാറാവുക. അല്ലാഹുവിൽ പ്രതീക്ഷിക്കുക, അവനോട് സഹായത്തെ തേടുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രതീക്ഷിക്കുന്ന, അല്ലാഹുവിലേക്ക് മുന്നിടുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരാശപ്പെടുത്താതെ അവർക്ക് ശരിയായ വഴി തുറന്നു തന്ന് വിജയത്തിന്റെ മാർഗങ്ങൾ, വിജയത്തിന്റെ വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പമാക്കി കൊടുത്ത് അവൻ സഹായിക്കും, വിജയിപ്പിക്കും. അല്ലാഹുവിലേക്ക് മുന്നിടുക, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. അതാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ സ്വീകരിക്കാനുള്ള നിലപാടുകൾ അതാണ്. പക്ഷേ അള്ളാഹു മുൻകൂട്ടിയൊന്നും അറിഞ്ഞിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഈ കാര്യത്തിൽ വെപ്രാളപ്പെട്ട് ശരിയായ ഈ ദിശയിൽ പോകാതെ ആവശ്യമില്ലാതെ ചർച്ച ചെയ്യാൻ പോയി മുഅ്തസിലികള്, ഖദരികള്, ജബരികള് പോലത്തെ തെറ്റായ ദിശയിലേക്ക് ആളുകൾ പോയത് ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ മൗനം പാലിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യാം. പക്ഷെ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ തീരുമാന പ്രകാരമാണ് അവന്റെ സൃഷ്ടികളിൽ നടക്കുന്നത്. മാ ശാ അലഹും ഖാൻ, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ, നടക്കുകയുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അതൊരിക്കലും ഉണ്ടാവുകയില്ല തന്നെ. ഫഅസ്ബത്തുൽ മശീഅത്തൈൻ, അഹ്ലു സുന്നത്തി വൽ ജമാഅ വിഷയത്തിൽ അടിമകളായ നമുക്ക് ഉദ്ദേശിക്കാൻ, തീരുമാനിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഉദ്ദേശത്തോട് ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലാതെ പൂർണ്ണമായ സ്വതന്ത്രമായ നിലപാട് എടുക്കാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ല. നമ്മോട് കൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അതിനുള്ള ഒരു അവസരം, അതിനുള്ളൊരു പ്രാപ്തി, സ്വാതന്ത്ര്യം പരിമിതമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമുക്ക് നൽകിയിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയത്തിന്റെ വഴികൾ സ്വീകരിക്കുക എന്നുള്ളത്. യഹ്ദീ മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ സന്മാർഗത്തിലേക്ക് ചേർക്കും. ഹിദായത്തിന് അർഹതയുള്ള ആളുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളോ നമ്മുടെ കണ്ണിൽ കാണുന്നവരോ വിലയിരുത്തുന്നവരോ അല്ല. യഥാർത്ഥ ഹിദായത്തിന് അർഹതയും യോഗ്യതയുമുള്ള ആളുകൾ ആരാണോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് ചേർക്കും. വയഅസിമു വയുആഫി, അല്ലാഹു സുബ്ഹാനഹു വ തആല പല ജാതി വിപത്തുകളിൽ നിന്ന്, പൈശാചികതയിൽ നിന്ന്, മറ്റുള്ള വൃത്തികേടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും, ആഫിയത്ത് നൽകും. ഫളലൻ, അത് അല്ലാഹുവിന്റെ ഔദാര്യമായിട്ടാണ്. അത് നമുക്ക് കിട്ടാനുള്ള ഹക്കായിട്ടോ അവകാശമായിട്ടല്ല, അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർ, അവൻ അറിയും സൃഷ്ടികളിൽ നിന്ന് ആരാണ് ബഹുമാനത്തിന് അർഹതയുള്ളവർ എന്ന്, ആരെയാണ് സന്മാർഗത്തിലേക്ക് ചേർക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. അവരെ അല്ലാഹു സന്മാർഗത്തിലേക്ക് ചേർക്കും. വയുളില്ലു മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കും, ഹിദായത്ത് നൽകാതെ ലലാലത്തിലാക്കും. വയഖ്ദുലു, അല്ലാഹു സഹായം ആവശ്യമുള്ള സമയത്ത് സഹായിക്കാതെ അവഹേളിക്കും. ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ള സമയത്ത് നൽകാതെ അവഹേളിച്ച് അവരെ വഴികേടിലാക്കും. വയബ്തലി, പല ജാതി വിപത്തുകളും പരീക്ഷണങ്ങളും നൽകി അള്ളാഹു പരീക്ഷിക്കും. അദ്ലൻ, അത് അള്ളാഹുവിന്റെ ദുൽമൊന്നുമല്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും, അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മളില്ലാത്തവരായിരുന്നു, കൊണ്ടുവന്ന് നമ്മെ ഈ പറയുന്ന വിഭവങ്ങളൊക്കെ നൽകി, കയ്യും കാലും കണ്ണും കാതും കഴിവും പ്രാപ്തിയും അറിവും സമ്പത്തും ന്യാമത്തും, ഈ പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നൽകിയതാണ്. നമ്മുടെ അവകാശം കൊണ്ട് നേടിയെടുത്തതൊന്നല്ല. അള്ളാഹു അവന്റെ സൃഷ്ടികളെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നീതിയാണ്. അള്ളാഹുവിന്റെ ഉടമയിൽ, അവൻ ഉടമപ്പെട്ട വിഭവങ്ങളിൽ, വസ്തുക്കളിൽ അവൻ കൈകാര്യം ചെയ്യുന്നത്, അള്ളാഹു കൈകാര്യം ചെയ്യുന്നത്. അതിൽ ദുൽമോ അക്രമോ അനീതിയോ ഒന്നും തന്നെയില്ല, ഒന്നും തന്നെയില്ല.
ഒരാൾ തന്റെ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ അതിനെ കീറി മുറിക്കാൻ, അതിനെ കരിക്കാൻ, അതിനെ സൂചി കുത്താൻ, അതിനെ മറ്റുള്ള നിലക്കുള്ള പ്രയാസകരമായ നിലക്കുള്ള പലതും ചെയ്യാൻ വേണ്ടി പോകുന്നില്ലേ? ആരെങ്കിലും പറയോ അവനവന്റെ ശരീരത്തിന് ദുൽമ ചെയ്തു? ആരെങ്കിലും പറയോ? അവന്റെ ശരീരത്തിന്റെ നന്മ അവനതറിയുന്നത് കൊണ്ട് വ്യക്തമായ നിലപാടുള്ള സ്ഥിതിക്ക് അവൻ അതിൽ ചിലതൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. ആരെങ്കിലും പറയോ സ്വന്തം ശരീരത്തിന് ദുൽമ ചെയ്തു? അവന്റെ സമ്പത്ത് ഒരാള് അത് ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ ദിശയിൽ ഒരാൾ അവന്റെ സമ്പത്ത് ചെലവാക്കുന്ന പക്ഷം ആളുകൾ പറയോ അത് ദുൽമ ചെയ്തു എന്നുള്ളത്? അവൻ ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു, ചില ആളുകൾക്ക് കൊടുക്കാതെ നിന്നു. ആരെങ്കിലും പറയൂ? നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാ. നമ്മുടെ കയ്യിലുള്ള സകല വിഭവങ്ങളും അള്ളാഹുവിൻ്റെതാണ്. നമ്മുടെ ഉടമ അള്ളാഹുവാണ്. ആ അള്ളാഹു അവന്റെ അടിമകളിൽ അവന്റെ അധീനത്തിലുള്ളതിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അത് നീതിയുക്തമാണ്. അവിടെ യാതൊരു അക്രമവും അനീതിയും ഒന്നും തന്നെയില്ല. വയബ്തലി അദിലൻ, അതുകൊണ്ട് തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വിപത്തുകൾ വരുന്ന സമയത്ത് ഇന്നാ ലില്ലാഹ്, നിശ്ചയം നമ്മൾ മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. അവൻ ഇഷ്ടപ്പെട്ട പോലെ ചെയ്യാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം നാം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ഇത് നമുക്ക് പരിമിതമായ അവസരങ്ങളാണ്. അള്ളാഹുവിന് അവന്റെ അടിമകളിൽ അവന്റെ അധീനത്തുള്ളതിൽ അവൻ എന്തും ചെയ്യാവുന്നതാണ്. അത് നീതിയാണ് അള്ളാഹുവിന്റെ. അള്ളാഹു സുബ്ഹാനഹു യഹ്ദി മൻ യശാ വയുളില്ലു മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് ചേർക്കും, ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കും. ഇത് അള്ളാഹു തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യല്ല. അവന്റെ സൃഷ്ടികളായ നമ്മോട് കൽപ്പിച്ചു നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് വിരോധിക്കുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞതനുസരിക്കുന്ന അടിമകളെ അവൻ സന്മാർഗത്തിലേക്ക് ചേർക്കും. അള്ളാഹു പറഞ്ഞത് വില വെക്കാതെ അനുസരിക്കാത്തവരെ വഴികേടിലാക്കും. ഈ ഹിദായത്തിന്റെയും ലലാലത്തിന്റെയും കാരണങ്ങൾ സൃഷ്ടികളായ നമ്മുടെ ഭാഗത്താണ്. ഹിദായത്ത് ലഭിക്കാനുള്ള കാരണം ഉള്ള അടിമകളെ അള്ളാഹു സന്മാർഗത്തിലേക്ക് ചേർക്കും. ലലാലത്തിൽ വഴികേടിന് അർഹതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അടിമകളെ അള്ളാഹു വഴികേടിലാക്കുകയും ചെയ്യും. ലാകിന്നഹു യഹ്ദി മൻ യഅലമു അന്നഹു യസ്ലഹു ലിൽ ഹിദായ, ഹിദായത്തിന് അർഹതപ്പെട്ട് അതിന് പറ്റും എന്ന് അള്ളാഹുവിന് അറിഞ്ഞ അടിമകളെ ഹിദായത്തിലാക്കുക. വയഹ്ദി മൻ യഹ്രിസു അലാ തലബിൽ ഹിദായ വയുഖ്ബിലു അലൈഹ, ഹിദായത്തിന് അള്ളാഹുവിനോട് തേടണം, ഹിദായത്ത് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. അള്ളാഹു കൽപ്പിച്ചതുപോലെ റസൂല് പഠിപ്പിച്ചതുപോലെ ചെയ്യുന്ന അടിമകൾ അള്ളാഹു ഹിദായത്തിലാക്കും. ആ ഹിദായത്തിലാക്കുന്നത് നമ്മൾ അതിന് അർഹതപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഫളല് കൊണ്ടും ഔദാര്യം കൊണ്ടുമാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്, അവന്റെ ഏറ്റവും വലിയ നിഅമത്താണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകുന്നത്. ഫഇന്നല്ലാഹ യുയസ്സിറുഹു ലിൽ യുസ്റ ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. നൽകേണ്ട കാര്യങ്ങൾ നിർബന്ധമായതും സുന്നത്തുമായ ദാനധർമ്മങ്ങൾ നൽകി. അമ്മാമൻ അഅത വത്തഖ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ചു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കി. വസദ്ദഖ ബിൽ ഹുസ്ന, അവന്റെ വിശ്വാസവും ആദർശവും നല്ല പ്രതിഫലം. അള്ളാഹുവിന് ത്വഅത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കും, അള്ളാഹു സഹായിക്കും. നല്ലതിലൊക്കെ അവൻ വിശ്വസിച്ചു, പ്രതീക്ഷ അർപ്പിച്ചു. എന്നാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, നല്ലതിലേക്ക് നല്ല പ്രതിഫലം, ഈ ലോകത്ത് നല്ല ജീവിതം, പരലോകത്ത് സ്വർഗത്തിലേക്ക് ആ മനുഷ്യനെ നമ്മൾ എളുപ്പമാക്കി കൊടുക്കും. നമുക്കറിയാം, ഒരാളെ ഇൽമ് തേടാൻ വേണ്ടി ഒരു വഴിയിൽ ഒരാൾ പുറപ്പെട്ടാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാക്കപ്പെട്ടു. ഹദീസുകളിൽ, സഹിഹായ ഹദീസുകളിൽ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ശർഈയായ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കാൻ വേണ്ടി ഒരാള് ഒരു വഴിയിൽ സഞ്ചരിച്ചാൽ, സഞ്ചരിക്കൽ നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മളതിന് തയ്യാറാവണം, നമ്മളതിന് ശ്രമം നടത്തണം. അപ്പോ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവസരങ്ങൾ, നമുക്ക് നൽകിയ പരിമിതമായ സ്വാതന്ത്ര്യം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം തെരഞ്ഞെടുക്കുക, ശ്രമിക്കുക, ആഗ്രഹിക്കുക. അല്ലാഹു എളുപ്പമാക്കി തരും. യുയസ്സിറുഹു ലിൽ യുസ്റ വയുളില്ലു മൻ യശാഉ ബിസബബി ഇറാളിഹി അൻ തലബിൽ ഹിദായത്തി വൽ ഖൈർ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കും. ആ വഴികേടിന് അർഹതയുള്ള ആളുകളെ അവർ ഹിദായത്ത് തേടിയില്ല,
അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ അവരുടെ മുന്നിൽ വന്നപ്പോൾ അത് സ്വീകരിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളാണെങ്കിൽ അള്ളാഹു അവരെ വഴികേടിലാക്കും. ആ വഴികേടിന്റെ കാരണക്കാരൻ, അങ്ങനെ വഴികേടിലാവാനുള്ള കാരണക്കാരൻ ഈ വ്യക്തിയാണ്. അവൻ അതിന് കാരണക്കാരനായതുകൊണ്ട് അള്ളാഹു അവനെ വഴികേടിലാക്കും. അമ്മാ മൻ ബഖില വസ്തഗ്ന വകذب ബിൽഹുസ്ന ഫസനുയസ്സിറുഹു ലിൽഉസ്ര. നൽകേണ്ടതൊന്നും നൽകാതെ ലുബ്ധത കാണിച്ചു. വസ്തഗ്ന, അള്ളാഹുവിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വയം പര്യാപ്തനാണ്, അള്ളാഹുവിനൊന്നും ആവശ്യമല്ല, അള്ളാഹുവിനനുസരിക്കേണ്ടെന്നും ആവശ്യമല്ല, അള്ളാഹുവിലേക്ക് മുന്നിടുന്നു വേണ്ട, നേരായ മാർഗങ്ങളൊന്നും അള്ളാഹുവിനോട് ചോദിക്കണ്ട, അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞു വസ്തഗ്ന. വകذب ബിൽഹുസ്ന, നല്ല പ്രതിഫലവും നല്ല അവസരങ്ങളും അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ കളവാക്കി ഹിദായത്തിന്റെ വഴികള്, സന്മാർഗം അത് വരുന്ന സമയത്ത് അത് സ്വീകരിക്കാതെ പുറംതിരിഞ്ഞു, അഹങ്കാരം കാണിച്ചു. ബത്തറുൽ ഹഖ്, സത്യം മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് തള്ളി സ്വീകരിക്കാതെ പോയി. ഗംതുന്നാസ്, ആളുകളെ വില കുറച്ച് കണ്ട് നിലവാരമില്ലാത്തവരായി കണ്ട് അഹങ്കരിച്ചു പോയാൽ ആ സത്യം പിന്നെ ആ മനുഷ്യന് വരികയില്ല, ഹിദായത്ത് അവന് ലഭിക്കുകയില്ല, അവൻ അല്ലാഹു ദലാലത്തിലാക്കും. ഫയുളില്ലുഹുല്ലാഹു ഉഖൂബത്തൻ ലഹു അലാ ഇഅറാദിഹി, ഈ സത്യത്തിൽ നിന്ന്, ദീനിൽ നിന്ന്, നന്മയുടെ മാർഗത്തിൽ നിന്ന് പുറംതിരിഞ്ഞതിനുള്ള ശിക്ഷയായി അള്ളാഹു അവന് വഴികേടിലാക്കും. വഅദമി റഗ്ബത്തിഹി ഫിൽ ഖൈർ, സന്മാർഗത്തിന്റെയും നന്മയുടെയും മാർഗങ്ങളിൽ ഈ മനുഷ്യൻ താല്പര്യമില്ലാതെ അവനത് ഒഴിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വഴികേടിലാക്കും. യുവല്ലിഹു ദാലിക ഫഅമ്മാ മൻ അഅതാ വത്തഖാ എന്ന് പറയുന്ന സൂറത്തുൽ ലൈലിലുള്ള ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ പറയുന്ന ആയാത്തുകളിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കാരണം അടിമയുടെ ഭാഗത്തിൽ നിന്നാണ്. അടിമകളായ നമുക്ക് നൽകിയ അവസരം, പരിമിതമായ സാഹചര്യം, അത് നമ്മൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് മുന്നിടുന്ന പക്ഷം അവൻ ഹിദായത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയും ആഫിയത്ത് നൽകുകയും ചെയ്യും. നേരെ മറിച്ച് അത് ഉപയോഗപ്പെടുത്താതെ പുറംതിരിഞ്ഞു പോയാൽ അള്ളാഹു ആ മനുഷ്യനെ അവഹേളിക്കുകയും വഴികേടിലാക്കുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആഫിയത്തിന് നൽകും, ഉദ്ദേശിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ നൽകും. ചില ആളുകൾക്ക് ആഫിയത്ത് നൽകി നിഅമത്തുകളും ആശ്വാസങ്ങളും വിഭവങ്ങളും നൽകി അത് ആ മനുഷ്യന് വിനയായി പരാജയത്തിലേക്ക് പോകും. ചില ആളുകൾക്ക് ദുരിതങ്ങളും വിപത്തുകളും നൽകി ആ പരീക്ഷണം അവൻ ഏറ്റെടുത്ത് ക്ഷമിച്ച് അള്ളാഹുവിലേക്ക് മുന്നിട്ട് വിജയിച്ചു വരികയും ചെയ്യും. ഒന്നിനും നമുക്കൊരു തീരുമാനം മുൻകൂട്ടി ഒന്നും വിലയിരുത്താൻ, ഒരു തീരുമാനത്തിലെത്താൻ സാധ്യമല്ല. ഒരാൾക്ക് ഒരുപാട് വിഭവങ്ങളും നിഅമത്തുകളും ആശ്വാസങ്ങളും സമ്പത്തുകളും ലഭിച്ചു എന്ന് കരുതി അവൻ വിജയിക്കും എന്നോ, ഒരുപാട് ദുരിതങ്ങളും പരീക്ഷണങ്ങളും നേരിട്ടു എന്ന് കരുതി ആ മനുഷ്യൻ പരാജയപ്പെടുന്നു, നമുക്ക് മുൻകൂട്ടി ഒന്നും വിലയിരുത്താനോ തീരുമാനിക്കാനോ സാധ്യമല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്തുകൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. വകുല്ലുഹും യതഖല്ലബൂന ഫീ മശീഅതിഹി ബൈന ഫളിഹി വഅദ്ലി, അള്ളാഹുവിന്റെ അടിമകൾ മുഴുവനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൽ കടന്നു മറിഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അള്ളാഹു എന്താണോ തീരുമാനിച്ചിട്ടുള്ളത്, കണക്ക് കൂട്ടിയിട്ടുള്ളത്, അതിൽ കടന്നു മറിഞ്ഞുകൊണ്ടാണ് സൃഷ്ടികൾ ഈ ലോകത്ത് മുന്നോട്ട് പോകുന്നത്. ബൈന ഫളിഹി വഅദ്ലിഹി, ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഔദാര്യവും കാര്യങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കൽ, സലുല്ലാഹ മിൻ ഫളിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ ഫളിൽ ചോദിക്കി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക് അസ്അലുല്ലാഹ മിൻ ഫളിലി, നമ്മുടെ ദുആകളുടെ കൂട്ടത്തിൽ നിരന്തരം നാം ഉൾപ്പെടുത്തേണ്ടതാണ്. സലുല്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും ആഫിയത്തിനെ ചോദിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ ഫളിലാണ് ഒരു ഭാഗത്തിൽ കൂടെ, മറ്റൊരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ നീതിയാണ്. അതിന്റെ ഇടയിൽ സൃഷ്ടികളായ ആളുകൾ ഈ പറയുന്ന രണ്ട് അവസ്ഥകളുടെ ഇടയിൽ കടന്നു മറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇതിന് അള്ളാഹുവിന്റെ ഫളില്, അതുകൊണ്ടാണ് അവന്റെ ഹിദായത്തും സൽക്കർമ്മങ്ങളും ആഫിയത്തും ഇത് ലഭിക്കാൻ വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവനെ പ്രതീക്ഷിക്കുക, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗത്തിൽ കൂടെയുള്ള വഴികേടോ ശിക്ഷകളോ ദുരിതങ്ങളോ ഈ പറയുന്നതിലൊന്നും പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങൾ അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് കാണിച്ചു തന്ന ആ മാർഗം തെരഞ്ഞെടുക്കാൻ നമ്മൾ സൃഷ്ടികളായ ആളുകൾ തയ്യാറാവുക. ഇതാണ് സൃഷ്ടികളായ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ.
ഫഖദ്ദറല്ലാഹുൽ ഹിദായത ഫളലൻ മിനല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഔദാര്യമായിട്ടാണ് ഹിദായത്തിനെ അവൻ കണക്കാക്കിയത്. വതകറമ അല ശഖ്സിൽ ലദി യുരീദുൽ ഖൈറ വയുരീദുൽ ഹിദായ. അല്ലാഹുവിന്റെ നന്മക്കും സന്മാർഗത്തിനും ഉദ്ദേശിക്കുന്ന അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന അടിമകളാണെങ്കിൽ ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഫയുയസ്സിറുഹുല്ലാഹു ലിൽ ഖൈരി വലിഫിഅലിഹി. നന്മ ചെയ്യാൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും, അത് പ്രവർത്തിക്കാനും അത് ചെയ്യാനും എളുപ്പമാക്കി കൊടുക്കും. വഹാദാ ലി മസ്ലഹതിഹി. അടിമയായ ഇവന്റെ നന്മയ്ക്ക് വേണ്ടി. അല്ലാഹുവിനതിൽ യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല, മുമ്പ് നമ്മൾ കേട്ടതുപോലെ. അതല്ലാതെ ലാ മസ്ലഹത ലില്ലാഹി അസ്സ വജൽ. ഒരാളെ ഹിദായത്തിലാക്കി എന്ന് കരുതി അല്ലാഹുവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടങ്ങളില്ല. ഇനി അമ്മാ ഇളലാലുല്ലാലീൻ. ഒരുപാട് ആളുകൾ വഴിപഴച്ചു പോകുന്നുണ്ട്, അല്ലാഹു തആല അവരെ ലലാലത്തിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഫഅദ്ലുൻ മിൻഹു സുബ്ഹാനഹു വ തആല ജസാഅൻ ലഹും. അവർക്കുള്ള പ്രതിഫലമായിട്ട്. അലാ ഇറാദിഹിം വഅദം ഇഖ്ബാലിഹിം അലൽ ഖൈർ. നല്ല കാര്യങ്ങളിലേക്ക് അവർ മുന്നിട്ടില്ല, അല്ലാഹു അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ അവർ ചെയ്തില്ല, അല്ലാഹുവിനോട് ദുആ ചെയ്തില്ല എന്ന് അതിന്റെ പ്രതിഫലമായി അല്ലാഹു അവരെ വഴികേടിലാക്കും. എന്നല്ലാതെ ലാ യളിമുഹും ഷൈഅൻ. അല്ലാഹു ദുൽമായിട്ടോ അക്രമമായിട്ടോ ആരെയും ഒന്നും ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമായിട്ട് അക്രമമായിട്ട് ആരെയും ഒന്നും ചെയ്യുന്നില്ല. ഒരുപാട് തെറ്റ് ചെയ്തു എന്ന് കരുതി, എത്ര വലിയ തെറ്റ് ചെയ്തു എന്ന് കരുതി ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് മുന്നിടുന്ന പക്ഷം, അല്ലാഹു പറഞ്ഞതനുസരിക്കാൻ തയ്യാറാകുന്ന പക്ഷം, സത്യം സ്വീകരിക്കാൻ തയ്യാറാകുന്ന സമയത്ത് അല്ലാഹു അവന്റെ മുന്നിൽ ഹിദായത്തിന്റെ വഴികളെ, കവാടങ്ങളെ കൊട്ടിയടക്കുകയില്ല, അത് നൽകും. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ച് തെറ്റുകളും പാപങ്ങളിലുമായി കാലങ്ങൾ കഴിച്ചുകൂട്ടിയ എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅൻ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പാപങ്ങളെയും പുറത്തു നൽകുന്നവനാണ്. ശിർക്കാണെങ്കിൽ പോലും, ശിർക്ക് ചെയ്ത വ്യക്തിയാണ്, വർഷങ്ങൾ അതിൽ കഴിച്ചുകൂട്ടിയ ആളാണെങ്കിൽ പോലും, ആളുകൾ ഒരുപാട് ദുൽമ ചെയ്തവരാണെങ്കിൽ പോലും, ശുദ്ധമായ മനസ്സോടുകൂടെ തൗബയും ഇസ്തിഗ്ഫാറുമായി അല്ലാഹുവിലേക്ക് മുന്നിടുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വീകരിക്കുകയും അവരെ പരിശുദ്ധരാക്കുകയും ചെയ്തു പോയ തെറ്റുകളെ മുഴുവനും സൽക്കർമ്മങ്ങളായി അല്ലാഹു മാറ്റിമറിച്ച് വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും. അല്ലാഹു തീരുമാനിച്ച അതിലേക്ക് ഉത്കണ്ഠപ്പെട്ടു പോകാതെ, ചിന്തിക്കാതെ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനും പഠിക്കാനും അതിന് ശ്രമിക്കുകയും തയ്യാറാവുകയും ചെയ്യുക. ഇതാണ് അടിമകളായ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതാണ് ചെയ്യേണ്ടത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആളുകൾ നന്മയിലേക്ക് മുന്നിടുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അല്ലാഹുവിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഹിദായത്ത് ലഭിക്കും. അവർ അല്ലാഹുവിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുകയും നന്മ ചെയ്യാൻ തയ്യാറാവാതെ അല്ലാഹുവിനെ പ്രതീക്ഷിക്കാതെ അവർ അല്ലാഹുവിന്റെ കൽപ്പനകൾ പുറംതിരിഞ്ഞു പോയാൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പകരം അവരാണ് കാരണക്കാർ. അതിനനുസരിച്ച് അവരെ വഴികേടിലാക്കും. ഹിദായത്ത് നൽകാതെ അല്ലാഹു അവരെ അവഹേളിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ ആളുകൾ അല്ലാഹു ഹിദായത്തിലേക്ക് ആക്കുകയില്ല, ഹിദായത്തിൽ ചേർക്കുകയില്ല. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. സത്യനിഷേധികളായ ആളുകളെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ദുൽമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ തയ്യാറാവുക, സത്യനിഷേധമില്ല എന്ന് ഉറപ്പുവരുത്തുക, തമ്മാടിത്തരങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക. തെറ്റുകളാണ്, ഒരു തെറ്റും നിസ്സാരമാണ് എന്ന് കരുതാൻ പോകാതിരിക്കുക. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക. ഫാസിഖീങ്ങളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല, സന്മാർഗത്തിലേക്ക് ചേർക്കുകയില്ല എന്ന്. ഈ പറയുന്ന ദുൽമ ഒരു ഭാഗത്ത്, കുഫ്ർ ഒരു ഭാഗത്ത്, ഫിസ്ഖ് ഒരു ഭാഗത്ത്, ഇതൊക്കെ ഹിദായത്ത് ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ്. തെറ്റല്ലേ, നിസ്സാരല്ലേ, അതൊരു വിഷയമല്ലല്ലോ എന്ന് കരുതി ഏത് തെറ്റിനെയും ആരും നിസ്സാരമായി കാണരുത്. വഹാദിഹി മിൻ അഫ്ആലിൽ ഇബാദ്. അടിമകളായ ആളുകളാണ് ഇത് ചെയ്യുന്നത്. ദുൽമാണെങ്കിൽ, സത്യനിഷേധമാണെങ്കിൽ, ഇതൊക്കെ ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് ജാസാഹും അലൈഹ. അല്ലാഹു അതിനുള്ള പ്രതിഫലം ഹിദായത്ത് കൊടുക്കാതെ തടഞ്ഞു നിർത്തുക എന്നുള്ളത്. ഹിദായത്ത് ലഭിക്കുകയില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
അദ്ലം മിൻഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ നീതി കൊണ്ടാണിത്. ദുൽമൊന്നുമില്ല ഇവിടെ. ആളുകൾ ചെയ്തു, അതിനനുസരിച്ചാണ് അവർക്ക് ഇങ്ങനത്തെ ഹിദായത്ത് ലഭിക്കാത്ത ഈ ഒരവസ്ഥ അവർക്ക് വന്നു ചാടിയത്. വമാ ളലമഹുമുല്ലാഹ് വലാകിൻ കാനൂ അൻഫുസഹും യളലിമൂൻ. അല്ലാഹു അവരാരും ദുൽമ ചെയ്തിട്ടില്ല. സ്വന്തം ശരീരങ്ങളോട് അവർ ദുൽമ ചെയ്തു. അതിന്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു. ഹിദായത്ത് ലഭിക്കാതെ അവഹേളിതരായി, അല്ലാഹുവിന്റെ സഹായം ലഭിക്കാതെ നിന്നു. ഫല്ലബൂന ഫീ മശീഅത്തിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും അവന്റെ മശീഅത്തിൽ, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൽ കടന്നു മറിഞ്ഞ് മുന്നോട്ട് പോകുന്നവരാ. ബൈന ഫളിഹി വ അദ്ലിഹി. ഒരു ഭാഗത്തിൽ കൂടെ അർഹതയും യോഗ്യതയുമുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യമായ ഹിദായത്തും ആഫിയത്തും അതേപോലെ സംരക്ഷണവും ലഭിച്ചുകൊണ്ട്, മറ്റൊരു വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗത്തിൽ കൂടെ അവർക്ക് വഴികേടും സംരക്ഷണമില്ലാത്ത അവഹേളനത്തിന്റെ അവസ്ഥയും ലഭിക്കുകയും ചെയ്യുന്നു. ഇത് അള്ളാഹുവിന്റെ നീതിയാണ്. നന്മ ചെയ്ത ആളുകൾക്ക് നല്ല പ്രതിഫലം, തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ചീത്ത പ്രതിഫലം എന്നുള്ളത് ഇത് നീതിയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നല്ലാതെ അവന്റെ സൃഷ്ടികളെ ദുൽമ ചെയ്യുക എന്നുള്ളതോ ആക്രമിക്കുക എന്നുള്ള ഭാഗത്തിൽ കൂടെയല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പറഞ്ഞു, അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആതി അം നജഅലഹും കല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആത്. തെറ്റുകളും പാപങ്ങളും ചെയ്ത ആളുകൾ വിചാരിച്ചോ, അം നജഅലഹും കല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ പോലെ നമ്മൾ അവരെയും ആക്കുമെന്ന്. അള്ളാഹു പറഞ്ഞതനുസരിക്കാത്ത തെറ്റുകളും പാപങ്ങളും ശിർക്കും കുഫറും ദുൽമും ഫിസ്കും ഇതൊക്കെ ചെയ്തു പോകുന്ന ആളുകൾ വിചാരിക്കുക ശരിക്ക് വിശ്വസിക്കുകയും പ്രവർത്തനങ്ങൾ നന്നാക്കും ചെയ്ത ആളുകളെ പോലെ നമ്മൾ ഇവരെയും ആക്കുമെന്ന്. സവാഉം മഹ്യാഹും വ മമാതുഹും. രണ്ടു കൂട്ടരുടെ ജീവിതവും മരണവും ഒരുപോലെയാകുമെന്ന്. എന്തു തന്നെ ചെയ്താലും നല്ല പ്രതിഫലം, നല്ല പര്യവസാനം, ഈ ലോകത്തും പരലോകത്തും നല്ല ജീവിതം രണ്ടു കൂട്ടർക്കും ഒരുപോലെ ലഭിക്കും. ഈമാനും സൽക്കർമ്മം ചെയ്ത ആളുകൾക്കും തെറ്റുകളും ശിർക്കും കുഫറും ചെയ്ത ആളുകൾക്കും ഒരുപോലത്തെ പര്യവസാനം, ഒരുപോലത്തെ പ്രതിഫലം എന്ന് വിചാരിച്ചോ. സാഅ മാ യഹ്കുമൂൻ. അവരുടെ ആ വിധി, ആ ഒരു തീരുമാനം അത് വളരെ ചീത്തപ്പെട്ടതാണ്. നന്മ ചെയ്തവർക്കേ നല്ല പര്യവസാനം, നല്ല ജീവിതം മരണം, നല്ല പ്രതിഫലം ഉണ്ടാകൂ. തെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗത്തിൽ കൂടെ അവർക്ക് ചീത്ത പര്യവസാനമാണ് ഉണ്ടാകുക. അവർക്ക് ചീത്ത പ്രതിഫലവും ചീത്തയായ ജീവിത മരണവുമാണ് അവർക്കുണ്ടാവുക. അടിമകളായ നമ്മൾ കാര്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഫളിന് വേണ്ടിയുള്ള ത്യാഗങ്ങളും ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗത്തിൽ കൂടെ അവരുടെ ശിക്ഷയും വഴികേടും നിസ്സഹായതയും അവഹേളനവും അത് വരാതെ ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ പരിശോധിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖലഖല്ലാഹു സ്സമാവാതി വൽ അർള ബിൽ ഹഖ്. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു ഹഖായ നിലക്ക്, ബാത്തിലല്ല. ഈ പറയുന്ന ആകാശഭൂമികളിൽ അല്ലാഹുവിന്റെ നിയമങ്ങളും തീരുമാനങ്ങളും വളരെ ന്യായമായ സത്യമായ നിലക്കുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളും കാര്യങ്ങളുമാണ് അതിൽ നടപ്പാക്കപ്പെടുന്നതും. വലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്. എല്ലാ ഓരോ ശരീരത്തിനും അത് എന്ത് ചെയ്തു അതിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി. വഹും ലാ യുളമൂൻ. ആരെയും ആക്രമിക്കപ്പെടുകയില്ല സൃഷ്ടികളെ. ഒരു ദുൽമും ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു, ഒക്കെ കതറാക്കി വെച്ചു, ഒക്കെ നമ്മൾ പിന്നെ നിസ്സഹായരല്ലേ, നമ്മൾ എന്താ ലാ അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു ദുൽമും ഒരക്രമവും ഒരനീതിയും ആരും പേടിക്കേ വേണ്ട. വഹും ലാ യുളമൂൻ. അവരക്രമിക്കപ്പെടുകയില്ല. പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യാൻ അടിമകളായ ആളുകൾ തയ്യാറായാൽ മതി. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫരജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. മുസ്ലിമീങ്ങളെ തമ്മാടികളെ പോലെ ആക്കുക നമ്മൾ. അവർക്ക് സന്മാർഗവുമില്ല, ഹിദായത്തുമില്ല, അവർക്ക് സമാധാനവുമില്ല, അവർക്ക് നല്ലൊരു പര്യവസാനമില്ലാത്ത അവസ്ഥയിൽ മുസ്ലിമീങ്ങളെ മുജ്രിമീങ്ങളെ പോലെ നമ്മളാക്കുമോ? ഒരിക്കൽ സാഅ മാ യഹ്കുമൂൻ മാ ലക്കും കൈഫ തഹ്കുമൂൻ അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ മാ ലക്കും കൈഫ തഹ്കുമൂൻ. എന്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു? താഅത്ത് ചെയ്ത് ശരിക്ക് തൗഹീദും ഈമാനും സൽക്കർമ്മവും ഇത് മുഴുവനുള്ള ആളുകളും
ശിർക്കും കുഫറും ബിദ്അത്തും പാപങ്ങളും ചെയ്തു പോയ ആളുകളും ഒരുപോലെയാകുക എന്നുള്ളത്, ആ രണ്ടു കൂട്ടരോടും ഒരേ നിലപാടായിരിക്കുമെന്ന മാലക്കും കൈഫ തഹ്കുമൂൻ, ഇങ്ങനത്തെ ഒരു വിധി കൽപ്പിക്കൽ എന്താണ് മനുഷ്യരെ നിങ്ങൾക്ക്? ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. മുഅ്മിനീങ്ങളാണ്, അതിന് അർഹതപ്പെട്ടവരാണെങ്കിൽ, അതിനുള്ള ശ്രമങ്ങളും ത്യാഗങ്ങളും ചെയ്ത ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല പ്രതിഫലവും പര്യവസാനവും നൽകും. ഈ ലോകത്ത് ഹിദായത്തും പരലോകത്ത് വിജയപ്രദമായ പ്രതിഫലവും ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അം നജ്അലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ ഭൂമിയിൽ ഫസാദുമായി കഴിച്ചുകൂട്ടിയ ആളുകളെ പോലെ നമ്മളാക്കുവോ? അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ തമ്മാടികളെ പോലെ നമ്മളാക്കുവോ? നീതിമാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിടുക. കാര്യങ്ങൾ മുഴുവനും അല്ലാഹു തീരുമാനിച്ചത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു മുൻകൂട്ടി അറിഞ്ഞതുമാണ്. ഈ സൃഷ്ടികൾ ഈ ലോകത്ത് വരുന്നതിന്റെ മുമ്പ് ഈ ലോകത്ത് വന്നാൽ അവരെന്ത് ചെയ്യും, അവരുടെ പര്യവസാനം എന്തായിരിക്കുമെന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. യഅമലൂ ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, നിങ്ങൾ ചെയ്തോളി, അധ്വാനിച്ചോളി, അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. അവനെ പ്രതീക്ഷിച്ചോളി, അവനിലേക്ക് മുന്നിട്ടോളി. ഇതാണ് അവന്റെ കൽപ്പന. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന, സൃഷ്ടികളായ നമ്മോടുള്ള അവന്റെ കൽപ്പന ഇതാണ്. അല്ലാഹുവിനറിയും ഒരു വിഭാഗം ആളുകൾ ഹിദായത്ത് നേടി വിജയിച്ചു പോകും, ഒരു വിഭാഗം ആളുകൾ പരാജയപ്പെട്ടു പോകും, വഴികേടിലാകുമെന്നുള്ളത് തീരുമാനിച്ചതാണ്, അവൻ അറിഞ്ഞതാണ്. അതിലേക്ക് നോക്കാനോ അതിൽ ഉത്കണ്ഠപ്പെടാനോ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. വലാ റാദ്ദ ലിഖളാഇഹി, അല്ലാഹുവിന്റെ തീരുമാനത്തിനെ തട്ടുന്നവരോ തള്ളുന്നവരോ അത് നടപ്പാക്കാൻ അനുവദിക്കാതെ അതിനെ എതിർക്കുന്നവരോ വിമർശിക്കുന്നവരോ അതിനെ തടഞ്ഞു മാറ്റാൻ പ്രാപ്തിയുള്ള ആരും തന്നെയില്ല. ലാ റാദ്ദ ലിഖളാഇഹി, അവന്റെ സൃഷ്ടികളിൽ അവൻ എന്ത് തീരുമാനിച്ചോ അത് നടപ്പാക്കുന്നതിൽ നിന്ന് അവനെ തടുത്തു നിർത്തുന്ന ഒരു ശക്തിയുമില്ല. വലാ മുഅഖ്ഖിബ ലിഹുക്മിഹി, അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ അത് തകർത്ത് തരിപ്പണമാക്കുന്ന, അത് നടപ്പാക്കാൻ അനുവദിക്കാത്ത ഒരു ശക്തിയുമില്ല. വലാ ഗാലിബ ലി അംരിഹി, അല്ലാഹുവിന്റെ കൽപ്പനയിൽ അവൻ കൽപ്പിക്കുന്ന തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ അവനോട് വിജയിച്ചു മുന്നേറാൻ കഴിവുള്ള ഒരു ശക്തിയും അവന്റെ സൃഷ്ടികളിൽ ഇല്ല തന്നെ. ലാ യറുദ്ദു ഖളാ അല്ലാഹി റാദ്ദുൻ, അല്ലാഹു തീരുമാനിച്ചതിനെ ഒരാൾക്കും തടുക്കാൻ കഴിയൂല. അതേപോലെ വലാ യുഅഖിബ് ലാ യുഅഖിറു ഹുക്മഹു മുഅഖിറുൻ, അല്ലാഹു തീരുമാനിച്ച കാര്യത്തിനെ ഇപ്പൊ നടത്താൻ അനുവദിക്കൂല, ഒരു 2 വർഷം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറയാൻ കഴിവുള്ള ഒരു സൃഷ്ടികളുമില്ല. അല്ലാഹു കണക്കാക്കിയ, നിശ്ചയിച്ച, തീരുമാനിച്ച സെക്കൻഡിൽ, ആ നിമിഷത്തിൽ അതവൻ നടപ്പാക്കുക തന്നെ ചെയ്യും. അതിനെ പിന്തിക്കാനോ മുന്തിക്കാനോ ഒരാൾക്കും സാധ്യമല്ല. വലാ യഗ്ലിബു അംറഹു ഗാലിബുൻ, അല്ലാഹു തീരുമാനിച്ച കാര്യത്തിൽ അവനോട് മത്സരിച്ച് മുന്നേറാൻ ഒരാൾക്കും സാധ്യമല്ല. ബൽ ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, സൃഷ്ടികളെ മുഴുവനും അടക്കി ഒതുക്കി ഭരിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ഫർളായ നിസ്കാരങ്ങളുടെ ശേഷമൊക്കെ സാധാരണ പറയുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ലാ മാനി അലിമാ അഅതൈത വലാ മുഅതി അലിമാ മനഅത, അല്ലാഹുവേ നീ നൽകിയത് തടയുന്ന ഒരാളുമില്ല, നീ തടഞ്ഞതിനെ നൽകാൻ കഴിവുള്ള ഒരു ശക്തിയുമില്ല. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹ, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് തുറന്നു കൊടുക്കുന്ന അനുഗ്രഹം ഏതാണെങ്കിലും അതിനെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏതെങ്കിലും ഒരാൾക്ക്, ഒരു സൃഷ്ടിക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം അത് തുറന്നു കൊടുക്കുകയാണ്, അതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി, അല്ലാഹു ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും നൽകാതെ തടഞ്ഞ് പിടിച്ചു വെച്ചു എന്ന് വെക്കുക, എന്തെങ്കിലും അവന്റെ വിഭവങ്ങൾ നൽകാതെ തടഞ്ഞു വെച്ചു എന്ന് വെക്കുക. ഫലാ മുർസില ലഹു മിൻ ബഅദി, അല്ലാഹുവിനോട് മത്സരിച്ച് പരാജയപ്പെടുത്തി അതിനെ അഴിച്ചുവിടാനും ഒരാൾക്കും സാധ്യമല്ല. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങൾ എന്തു തന്നെ ചെയ്യാനും അവൻ യോഗ്യനാണ്, അതിന് പ്രാപ്തനുമാണ്. അല്ലാഹുവിനെ മത്സരിച്ച് പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഹക്കീം, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ കാഴ്ചപ്പാടോടെ, നിലപാടോടെ, അറിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ഭംഗിയായി നിർവഹിക്കുന്നവനാണ്. ആരും, അടിമകളായ നമ്മളാരും അനീതിയോ
അക്രമമോ അതല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കൂല എന്നുള്ള പേടി ആരുടെ മനസ്സിലും വരേണ്ടതുമില്ല. ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നവരാണ്. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ പ്രാപ്തനാണ്. ഏത് കാര്യങ്ങളും അത് ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ അർഹിക്കുന്ന നിലക്കത് നിർവഹിക്കുന്നവരുമാണ്. അള്ളാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ ആരും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. സൃഷ്ടികളായ നമ്മുടെ മേലുള്ള ആളുകളെക്കുറിച്ചോ മറ്റുള്ള ആളുകളെക്കുറിച്ചോ നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠ പോലത്തെ ഒരു ഉത്കണ്ഠയും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭിച്ച വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതുപോലെ ചെയ്യാൻ താഴ്മയോടെ വിനയത്തോടെ അള്ളാഹുവിലേക്ക് അടിമകളായ നമ്മൾ മുന്നേറുക, അതിന് തയ്യാറാവുക എന്ന് മാത്രമേ നമുക്കുള്ളൂ. വലാ ഗാലിബ ലി അംരിഹി വഇദാ അമറ ബിശ്ശൈ, എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞാൽ നടപ്പാക്കാൻ വേണ്ടി ലാ അഹദ യഗ്ലിബു അവാമിറഹുൽ കൗനിയ്യ, അള്ളാഹുവിന്റെ അചഞ്ചലമായ തീരുമാനത്തിനെ നടപ്പാക്കുന്നതിന് അള്ളാഹുവിനെ തടഞ്ഞ് മത്സരിച്ച് മുന്നേറാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ കൗനിയായ തീരുമാനങ്ങൾ അഥവാ ഈ ലോകത്തുള്ള അചഞ്ചലമായ ഒരാൾക്കും മാറ്റാൻ കഴിയാത്ത തീരുമാനങ്ങൾ. നമ്മൾ മുമ്പ് ഖദറിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ രണ്ടെണ്ണുണ്ട്, ശർഈയായതും കൗനിയായതുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കൗനിയായ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അചഞ്ചലമായ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഈ ലോകത്തുള്ള, അതിൽ മാറ്റം വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ശർഈയായ തീരുമാനങ്ങളുണ്ട്. ശർഈയായത് അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾ, നിസ്കരിക്കാൻ വേണ്ടി പറയുന്ന കൽപ്പന. ഉദാഹരണം, നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു അവന്റെ എല്ലാ അടിമകളോടും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ എല്ലാ മനുഷ്യ അടിമകളോടും ജിന്നുകളോടും കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും എന്ന കൽപ്പന. മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണം, തൗഹീദ് നിർവഹിക്കണമെന്ന. പക്ഷെ ഈ കൽപ്പനയിൽ സൃഷ്ടികളായ നമുക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകി. വാണ്ടികൾക്ക് സ്വീകരിക്കാം, വാണ്ടികൾക്ക് തള്ളാം. അതാണ് ഇതുവരെ പറഞ്ഞത്. ഈ പറയുന്ന അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചാൽ അവർക്ക് ഹിദായത്ത് കിട്ടും, അവർക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടും, അവർക്ക് നല്ല പ്രതിഫലം കിട്ടും. അള്ളാഹുവിന്റെ ഈ പറയുന്ന താഅത്തുകൾ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഈ കൽപ്പന ചില ആളുകൾ അത് ഒഴിവാക്കുകയാണ്. അത് ജനങ്ങളെ സ്വാതന്ത്ര്യത്തിന് വിട്ടതാണ്, അതിൽ പരിമിതമായ സ്വാതന്ത്ര്യം ലഭിച്ചതുമാണ് അടിമകൾക്ക്. അത് ചില ആളുകൾ ഒഴിവാക്കുകയാണ്, സ്വീകരിക്കാതെ തള്ളുകയാണ്. ശിർക്കേ പറ്റുള്ളൂ, അതിന്റെ സ്ഥാപനങ്ങളെ പൊന്തിക്കുള്ളൂ, അതിനെ സഹായം സംഭാവനയും കൊടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് ലലാലത്ത് അവരേറ്റെടുക്കുന്നു, സ്വീകരിക്കുന്നു. വഴികേട് അവർ സ്വീകരിക്കുന്നു, അവഹേളനം അവരേറ്റെടുക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വാതന്ത്ര്യം കൊടുത്ത അടിമകൾക്ക്. അതാണ് ശർഈയായ അള്ളാഹുവിന്റെ കൽപ്പനകൾ. ഫഖത്ത് തുഅത്തൽ, അതിൽ ചിലപ്പോൾ അള്ളാഹു പറഞ്ഞതിനെതിരെ ചെയ്യും. ഒരുപാട് ആളുകൾ അള്ളാഹുവിന് എതിരായി ജീവിക്കുന്നവരാണ് ഈ ഭൂമിയിൽ. അതിൽ അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയതാണ്. ആ പറയുന്ന അവരുടെ ഈ സ്വാതന്ത്ര്യം തെരഞ്ഞെടുക്കുമ്പോൾ വഴികേടിനെ തെരഞ്ഞെടുത്തു, അവഹേളനത്തിനെ തെരഞ്ഞെടുത്തു. അവരുടെ ജീവിതവും മരണവും അത് ചീത്തയായ പര്യവസാനത്തിലേക്കാണ് എത്തിച്ചേരുകയും ചെയ്യാം. അതിൽ അള്ളാഹു തആലക്ക് എതിര് ചെയ്യുന്നുണ്ട് ആളുകൾ. അത് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ തന്നെ, പരീക്ഷണമാണ്. പരീക്ഷണമായിട്ട് സൃഷ്ടികൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക എന്നുള്ളത്. പക്ഷെ അചഞ്ചലമായ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മരിക്കുക എന്നുള്ളത്, ജീവിക്കുക എന്നുള്ളത്, അതേപോലെ ഇന്ന സമയം വരെ ആയുസ് ഉണ്ടാകുക എന്നുള്ളത്, ഇത്തരം വിഭവങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത്, ഇങ്ങനത്തെ ഈ പറയുന്ന അചഞ്ചലമായ കൗനിയായ തീരുമാനങ്ങൾ അതിൽ ഒരാൾക്ക് ഇവിടെ അള്ളാഹുക്കാരും എതിര് ചെയ്യണമില്ല. കണ്ണുകൊണ്ട് കാണുന്ന പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും കൈകൊണ്ട് ഇങ്ങനെ ടോർച്ചടിച്ച് കാണണമെന്നില്ല. അവിടെ ആരും അങ്ങനെ ചെയ്യണില്ല. ചെവി കൊണ്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നാവ് കൊണ്ട് ആരും കേൾക്കണമെന്നില്ല. ഇവിടെ ഏത് വലിയ ശക്തനാണെങ്കിലും ഏത് വലിയ ചിന്തകനാണെങ്കിലും ഉണ്ടോ അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരുണ്ടോ? ഇന്ന കണക്കാക്കിയ സമയത്ത് സെക്കൻഡിൽ മരിച്ചു പിരിയണമെന്ന് കണക്കാക്കിയ ഏതെങ്കിലും ആളുകൾ ഇവിടെ വലിയ വലിയ സ്ഥാനമാനങ്ങളിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മത്സരിച്ച് മുന്നേറാൻ കഴിയുന്നുണ്ടോ? കഴിയൂല. അചഞ്ചലമായ കൗനിയായ അള്ളാഹുവിന്റെ തീരുമാനം എന്ന പണ്ഡിതന്മാരിത് പറയും. അങ്ങനത്തെ കാര്യത്തിൽ അള്ളാഹുവിനോട് മത്സരിച്ച് പരാജയപ്പെടുക ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനത്തിന് തള്ളാനും കഴിയൂല. ശർഈയായി അള്ളാഹുവിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചീത്ത കാര്യങ്ങൾ വിരോധിച്ചുകൊണ്ടുള്ള ഈ കൽപ്പനകളിൽ സൃഷ്ടികൾക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയതാണ്. നല്ലത് തെരഞ്ഞെടുത്താൽ നല്ല പര്യവസാനം, ഹിദായത്ത്, അള്ളാഹുവിന്റെ സഹായം, നല്ല പര്യവസാനം, നല്ല വിജയം, നല്ല പ്രതിഫലം. അതിൽ അള്ളാഹുവിന്റെ കൽപ്പന എതിരെ ചെയ്താൽ, നന്മ തെരഞ്ഞെടുക്കാതെ പോയാൽ അവർക്ക് വഴികേട്, അവർക്ക് ചീത്ത പര്യവസാനം, ചീത്തയായ ജീവിത മരണം, അതേപോലെ തന്നെ അവഹേളനം അത് ലഭിക്കുകയും ചെയ്യും. അതാ പറഞ്ഞത് വലാ ഗാലിബ ലി അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് അതിനെ പരാജയപ്പെടുത്തി മത്സരിച്ച് മുന്നേറാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല.
ആമന്നാ ബിദാലിക കുല്ലിഹി, അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹാനായി പണ്ഡിതൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. ഞാൻ നിങ്ങളോട് തുടക്കത്തിലും ഇന്നും കേൾപ്പിച്ചതുപോലെ ഓർഡറായിട്ട് തർത്തീബോട് കൂടെ വഴിക്കുവഴിയായിട്ടൊന്നും ആയിരിക്കുകയില്ല ഒരു പക്ഷേ ഈ പണ്ഡിതന്റെ അവതരണം. ഏതാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, പഠിക്കാൻ, അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മഹാനായ പണ്ഡിതന്റെ ഈ പറയുന്ന പുസ്തകത്തിൽ, കിതാബിൽ അദ്ദേഹം പറഞ്ഞ ഈ ഉപദേശ നിർദ്ദേശങ്ങളിൽ കൂടെ തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആമന്നാ ബിദാലിക കുല്ലിഹി. ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചു, പറഞ്ഞു തന്നു. ഇത് നാവുകൊണ്ട് അങ്ങനെ വെറും വാക്കായിട്ട് പറയാന്നുള്ളതൊന്നല്ല, നമ്മുടെ മനസ്സിലുള്ള ഉറച്ച വിശ്വാസമാണിത്, നമ്മുടെ ആദർശമാണിത്. ഇത് മുഴുവനും നമ്മുടെ വിശ്വാസമുള്ളതാണ്. ആമന്നാ ബിദാലിക കുല്ലിഹി വഅയ്ഖന്നാ അന്ന കുല്ലം മിൻ ഇൻദിഹി. നമുക്ക് ഉറപ്പാണ് ഇത് മുഴുവനും, ഈ കാര്യങ്ങൾ മുഴുവനും ഉന്നതനായ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതും. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, അവന്റെ കണക്കുകൂട്ടലനുസരിച്ചാണ്, അവൻ ഉദ്ദേശിച്ചതും അവൻ തീരുമാനിച്ച അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവനും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇത് നമ്മുടെ വിശ്വാസമാണ്, ഇത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉറപ്പാണ്. ആശയക്കുഴപ്പോ സംശയോ ഊഹങ്ങളോ ധാരണകളോ തോന്നലുകളൊന്നും അല്ല, ഇത് നമ്മുടെ വിശ്വാസമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുസ്ലിമീങ്ങളായ ഓരോരോ ആളുകളും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇത് ഉറപ്പിച്ച് ഭദ്രമാക്കി കെട്ടിഭദ്രമാക്കി വെക്കേണ്ട വിശ്വാസമാണ്, അഖീദയാണ്, ആദർശമാണ് എന്നാണ് മഹാനായ പണ്ഡിതൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും ഈ ആദർശം ഉൾക്കൊള്ളാനും മരണം വരെ ഈ ആദർശം നിലനിർത്തിക്കൊണ്ട് ഇതിൽ മുന്നേറാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇനി അതിന്റെ ശേഷം തുടർന്നുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ വിശദീകരണങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും തുടർന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം പറയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ കേൾക്കാനും പഠിക്കാനും. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.